ഇനി എനിക്ക് വയ്യ. നീ അനന്തു, അനന്തു, താനിങ്ങനെ ആർക്കും മുഖം കൊടുക്കാതെ മുറിക്കാതെ അടച്ചിരുന്നാൽ എങ്ങനെയാ? തന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അച്ഛനെ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? അവർക്ക് സമാധാനം കൊടുക്കണ്ട താൻ തന്നെ. മണിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നും പുറത്തു കാണിക്കാതെ ചിരിച്ച് ഇങ്ങനെ. അനന്തു, നീ ഇങ്ങനെ നടയടച്ചിരുന്നാൽ ശരിയാവില്ല. കോളേജിൽ ജോയിൻ ചെയ്യണ്ടേ? എത്ര നാളെന്ന് വെച്ചാൽ ലീവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാ. ആദ്യം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. ഹിന്ദു എന്നവരൊക്കെ വരുന്നുണ്ട് ഇന്റർവ്യൂവിനെ. അതൊന്നും വേണ്ട, എനിക്ക് വയ്യ. വയ്യേ? ഞാനാ അവരോട് വരാൻ പറഞ്ഞത്. ഇതിലെന്താ ഇപ്പൊ ആനക്കാര്യം? നമ്മുടെ എക്സ്പീരിയൻസ് അവരോട് പറയുക, അത്രല്ലേ ഉള്ളൂ. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്താ അവരോട് പറയേണ്ടത്? അനന്തു, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഒന്നും. അനന്തു, ഞാൻ അനന്തു അല്ല, മരിച്ചു. കിച്ചു, കിച്ചുവാണ് ഞാൻ. എന്താ? ഒന്നുമില്ല. അവൻ വെറുതെ കിച്ചുവിന്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കുട്ടികളെ പോലെ. അനന്തേട്ടാ, വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. നീ പൊക്കോ. പൊക്കോ. നിനക്ക് ഷൂട്ട് അറ്റ് സൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിനെ ബലി കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടുല്ലേ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ വന്നതാണോ? ഈശ്വര, അവരിതറിഞ്ഞാൽ എല്ലാം തകർത്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞോ? എല്ലാരോടും പറഞ്ഞു. ഈ നാടകം ഇനി വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. എനിക്ക് അനന്തമാവാൻ വയ്യ. അച്ഛനും അമ്മയ്ക്കും നീ അനന്തൂന് പകരമായെന്ന് വരും. പക്ഷേ എന്റെ മോള്, അവളോട് ഞാൻ എന്ത് പറയും? അച്ഛാ, അച്ഛാ, എന്താ പതിവില്ലാണ്ട് ഈ നേരത്തൊരു കിടപ്പ്? എന്താ അച്ഛാ? അല്ല, വെറുതെ കിടന്നതാ. നല്ല കാറ്റ്, ഉറങ്ങിപ്പോയി. കഞ്ഞി എടുത്ത് വെക്കട്ടെ? ഞാനൊന്ന് കയ്യും കാലും മുഖം കഴിയിട്ട് വരാം. എന്താ മോനെ ആലോചിക്കണത്? ഒന്നുമില്ല. അനന്തുവിനെ കുറിച്ചാണോ? എനിക്കന്നേ മനസ്സിലായിട്ടുണ്ട്. ആര് പോയാലും അമ്മയുടെ സങ്കടം ഒന്ന് തന്നെയാ മോനെ. അമ്മേ,
കരുതിക്കൂട്ടി ഞാൻ അവനെ കൊല്ലിച്ചതാണ് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? അമ്മയ്ക്ക് അറിയണം എന്റെ പ്രാണസങ്കടം. രാമപാദം ചേരണേ മുകുന്ദ രാമ 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 രാമപാദം ചേരണേ. ഹലോ വിളിക്കട്ടോ. എന്തേട്ടാ ഫോണ്? രാമപാദം ചേരണേ മുകുന്ദ രാമപാദം. ഹലോ, ആ അനന്തകൃഷ്ണൻ. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് അനക്കടോ. ചെക്ക് വെച്ചിരിക്കുക. എന്താ? ചെക്ക് വെച്ചിരിക്കാന്ന്. ആ, എങ്ങടാ ഈ നേരത്ത്? അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. അതെങ്ങടാന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു കുഴപ്പം വരാൻ? ഇയാൾ പോയിട്ട് വാ. ഏ? ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉടക്കൊണ്ടാക്കുന്ന സ്വഭാവം നിർത്തണ്ട നായരെ. ഞാനിപ്പൊ എന്തൊടക്കുണ്ടാക്കിന്നാ താൻ പറയണേ? ആ, അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഓഹോ. ഇതാണ്. ആ ആ, അപ്പൊ അതാ കാര്യം. തോക്കാറാവുമ്പോഴത്തെ പതിവായത്. ആ, അത് തന്നെ. എന്താ സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചത്? അഖിലെ കാണാനില്ല. മംഗലാപുരത്തുനിന്ന് അനന്തുവിനെതിരെ ആരോ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അറിയില്ല, കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാനൊന്ന് ഞാനും വരുന്നു. അപ്പോ ബ്രദറിന്റെ ഡെഡ് ബോഡിയുമായി അഖിലാലക്സ് വീട്ടിൽ വന്നു. അപ്പോഴാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്? അല്ല, കുറെ മുമ്പ് ഞാൻ കിച്ചുവിനെ കാണാനായിട്ട് മംഗലാപുരത്തിന് പോയിരുന്നു. അപ്പോഴേ പരിചയം. ബ്രദറിന്റെ മരണശേഷം അവൾ കുറച്ചു ദിവസം നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഐ മീൻ നിങ്ങളുടെ വീട്ടിൽ. ആ, നിങ്ങൾക്ക് അവളെ അവിടെ താമസിപ്പിക്കേണ്ട കാര്യം? ഈ മനുഷ്യത്വം എന്നൊരു സംഗതി ഉണ്ടല്ലോ, അവർക്ക് വേറെ ആരുമില്ല അടുത്ത ബന്ധുക്കളായിട്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കണം മിസ്റ്റർ. ഈ പരാതി കൊടുത്തിരിക്കുന്ന കുഞ്ഞമ്പുവിനെ നിങ്ങൾക്കറിയില്ലേ? ഇല്ല, അയാൾക്ക് നിങ്ങളെ അറിയാമെന്നാണല്ലോ ഇതിലെ സൂചന. എനിക്കറിയില്ല. ബ്രദർ മരിച്ച ദിവസം, അതായത് മാർച്ച് 20-ന് നിങ്ങൾ വീട്ടിലില്ലായിരുന്നു അല്ലേ? ഞാൻ ബാംഗ്ലൂരിന് പോയിരുന്നു. എന്നാ ബാംഗ്ലൂർക്ക് പോയത്? തലേ ദിവസം 19-ന്. ബൈ ട്രെയിൻ? ഒരു ഫ്രണ്ടിന്റെ കാറിലാ പോയത്, സക്കറിയാട്. സക്കറിയ ബാംഗ്ലൂരിലുള്ള ആളാണോ? അതെ, സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോയി. അവിടെയാ ജോലി. ഉം.